പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലചന്ദ്രൻ ബബിതയുടെയും രോഹിത്തിൻ്റെയും അന്ന് അലീനെ പുറത്താക്കിയപ്പോൾ ഉണ്ടായിരുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി മേലാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം അലീനെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ അലീന ഈ വീട്ടിലെ ഹോം നേഴ്സല്ല, വേലക്കാരിയല്ല, അനാഥയോ അല്ല, എൻ്റെ മകളാണ്, ബാലചന്ദ്രൻ മേനോൻ്റെ മൂത്ത മകളാണ് ഇനി മുതൽ അലീന എന്നിങ്ങനെ പറയുന്നതേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഏതായാലും ബാലേന്ദ്രൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോകുന്നു. കൃഷ്ണമോളുടെ മാറ്റം വൈജയന്തിക്കും ആകെ വിഷമാക്കുന്നുണ്ട്. വൈജയന്തി കൃഷ്ണമോളോട് പോയി സംസാരിക്കുന്നുണ്ട്. ഈ കുടുംബം തകർത്തത് അലീനയാണ്, എന്നിട്ടും അവളുടെ കൂടെ അവൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ കൃഷ്ണമോളോട് പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മ അലീന ചേച്ചിയെ സ്നേഹിക്കുകയൊന്നും വേണ്ട, ശല്യം ചെയ്യാതെ ഉപദ്രവിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുവാണ്. ആകെ വിഷമാവുന്നു വൈജയന്തിക്ക്. വൈജയന്തി നേരെ മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല, ഞാൻ അന്നേ പറഞ്ഞതാണ് എനിക്ക് ഈ വിവാഹ ബന്ധം വേണ്ട എന്ന്. അന്ന് അച്ഛനോടും അമ്മയോടും എൻ്റെ 3 ആങ്ങളമാരോടും പറഞ്ഞതാണ്, എന്നിട്ടും നിങ്ങളാരും കേട്ടില്ല, നിർബന്ധിച്ച് എന്നെ വിവാഹം കഴിപ്പിച്ചു, അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് വൈജയന്തി മുത്തശ്ശിയുടെ മുമ്പിൽ നിന്ന് കരയുന്ന കാണുവാണ്. ഏതായാലും അതിനുശേഷവും വൈജയന്തി അലീനയോട് സംസാരിക്കുന്നുണ്ട്. അത് ബാലേന്ദ്രന് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്, ഒരു 10 ജന്മം എടുത്താലും നിന്നെ മകളായി കാണാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ മകളായി കാണണമെങ്കിൽ നിൻ്റെ ഞരമ്പിലൂടെ എൻ്റെ രക്തം ഒഴുകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങൾക്ക് ശേഷവും വൈജയന്തി ഒട്ടും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്നെ ഈ വൈജയന്തി തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം എന്ന് പറഞ്ഞു നിൽക്കുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.